സാറേ, ഇപ്പം ഇസ്രയേലിന് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ നൽകണം, അത് അവരുടെ അവകാശമാണ്. ഉം. സത്യത്തിൽ യുദ്ധത്തിനുള്ള സാഹചര്യം ഒന്നുമില്ല. ഉം. എന്നിട്ടും ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ഉം. എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടാണോ? മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. അതായത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സമ്മാന പെരുമഴ എന്നൊക്കെ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാറുണ്ട്. അതെ. അതേപോലെ ഇവിടെ ഇപ്പം നടക്കുന്ന ഒരു ആയുധ പെരുമഴയാണ് ഇസ്രായേലിന് വരാൻ പോകുന്നത്. അതായത് ബൈഡൻ എന്തൊക്കെ ആം, ആ, കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നോ, അല്ലെങ്കിൽ ഒരു എംബാർഗോ ഏർപ്പെടുത്തിയിരുന്നോ, ആ സാധനങ്ങൾ ഒക്കെ മൊത്തമായിട്ട് ഇപ്പം ട്രംപ് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പോവാണ്. അപ്പോൾ ചിലർ പറയണത് ഈ ഗാസ ഡീല് അത് ഒപ്പിടാനായിട്ട് ഇസ്രായേലിന് അല്പം മടിയൊക്കെ ആയിരുന്നു. ഉം, ഉം. പക്ഷെ എന്നാലും ട്രംപ് ഉദ്ദേശിച്ച പോലെ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നിട്ട് ഇസ്രായേൽ അത് ഒപ്പിട്ട് കൊടുത്തതിന് ഒരു നന്ദിയായിട്ട് കൂടിയാണ് ഇതെല്ലാം വളരെ ജനറസായിട്ടെല്ലാം അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്തൊക്കെ ബൈഡൻ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചിരുന്നോ അതെല്ലാം അങ്ങോട്ട് കൊടുക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പിന്നെ ഇസ്രായേൽ അതിൻ്റെ പേരിൽ ട്രംപിനോട് വളരെ നന്ദി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ മാരകമായ ആയുധങ്ങളാണെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു 2000 പൗണ്ട് വെയിറ്റുള്ള MK-84 എന്ന് പറയുന്ന ബോംബാണ്. MK-84 എന്ന് പറയും. 2000 പൗണ്ട്സ് ഉള്ളതാണ് ഓരോ ബോംബും. അങ്ങനത്തെ ആയിരക്കണക്കിന് ബോംബുകളാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ MK-84 എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെറ്റലായാലും കോൺക്രീറ്റ് ആയാലും ഒന്നും പ്രശ്നമില്ല. അതൊക്കെ തുളച്ച് കയറി പോയിക്കോളും. എന്നിട്ട് പൊട്ടൻ്റെ അടുത്ത് കിടന്ന് പൊട്ടിക്കോളുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു മെച്ചം. പിന്നെ വേറൊന്ന്, അത് വീഴുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഗർത്തം പോലെ ഉണ്ടാവും. 35 മീറ്റർ റേഡിയസ്, 5 മീറ്റർ ഡെപ്ത് ഉള്ള ഒരു ഗർത്തം അവിടെ ഉണ്ടാകും. അതുകൂടാതെ മനുഷ്യരാരെങ്കിലും അതിൻ്റെ റേഞ്ചിനുള്ളിലുണ്ടെങ്കിൽ അത് ലങ്സ് റപ്ചർ ചെയ്യും. അത് ലങ്സൊക്കെ പൊട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ അത്രയ്ക്ക് പവർഫുള്ളാണ്. അത് മാത്രമല്ല സൈനസ് കാവിറ്റീസ് ഉണ്ടല്ലോ മനുഷ്യർക്ക്, ആ സൈനസ് കാവിറ്റീസ് പൊട്ടിത്തെറിക്കും, അവിടേക്കും കയറി പ്രവർത്തിക്കും. മാത്രമല്ല ഇനി ഏതെങ്കിലും അവയവങ്ങൾ ഈ ഇതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തെറിച്ചു പോവുകയാണെങ്കിൽ അത് കിലോമീറ്റേഴ്സ് ദൂരേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്, അവിടെയും കിടക്കില്ല. അപ്പം അത്ര ശക്തമായ ഒരു ബോംബാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ബോംബ് മുമ്പ് ഇസ്രായേൽ ജബാലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഈ ഗാസ വാറിൽ തന്നെ. അപ്പോൾ അത് വളരെ ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്റ്റ് അതിൻ്റെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് റാഫേലിലേക്ക് ഇസ്രായേൽ കയറാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ദാറ്റ് വാസ് ലൈക്ക് എ റെഡ് ലൈൻ. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയുധങ്ങൾ തരുന്നത് ഞങ്ങൾ നിർത്തും എന്ന് ബൈഡൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ പറയുന്ന MK-84 എന്ന് പറയുന്ന ബോംബൊക്കെ തടസ്സപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെ പോയി. പിന്നെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ മന്ത്രിസഭയിലുള്ള ചില മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റി മിനിസ്റ്റർ ഒരു ബെൻഗൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ആളുണ്ട്, ഇത്താമർ ബെൻഗൂർ എന്ന് പറഞ്ഞ ഒരാൾ. പിന്നെ ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് ബസാലിൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്. ഇവരൊക്കെ എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീമിൽ പെട്ട ആൾക്കാരാണ്. അവരൊക്കെ ഈ ഡീലിനെതിരാണ്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി വിചാരിച്ച് ഒന്നിച്ച് പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ നെതന്യാഹുവിൻ്റെ കാര്യം അല്പം അപകടത്തിലാവും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാത്രമല്ല ട്രംപിൻ്റെ കാഴ്ചപ്പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൂസ് അല്ലെങ്കിൽ യുദ്ധവിരാമം വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നത് അതിന് വലിയ ആയുസില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ. യുദ്ധം ഉണ്ടാകാം. അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹോസ്റ്റേജിനെ തിരിച്ചു കിട്ടാൻ ഇത്രയും മെനി ടൈംസ് മോർ അത്രയും ഈ വലിയ കുറ്റവാളികളെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇസ്രായേലുകാരെ വിട്ടുകിട്ടാൻ 190 വരെ അങ്ങോട്ട് വിട്ടുകൊടുക്കണം അല്ലേ? അതിനകത്ത് തന്നെ എത്ര ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ട്, പലസ്തീൻകാർ എത്രയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ മാത്രമല്ല ഈ പോകുന്നവരാണെങ്കിലും വലിയ പ്രശ്നക്കാരാണ്. ഇതേപോലെ പണ്ട് തുറന്നു വിട്ട ആളാണ് നമുക്കറിയാമല്ലോ, യഹ്യ സിൻവർ അല്ലേ? യഹ്യ സിൻവർ, അതായത് ഒരു പട്ടാളക്കാരനെ, ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗലിദ് ഷാലിറ്റ് എന്ന് പറയുന്ന ഒരു സോൾജറിനെ വിട്ടുകിട്ടാൻ 1027 പേരെ കൊടുത്തു. അതിലൊരാളായിരുന്നു യഹ്യ സിൻവർ. അപ്പോൾ ഇതേപോലെയാണ് ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്. അത് വളരെ മാരകമായൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ട്രംപിനോട് പലരും ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഈ ആയുധം കൊടുക്കുന്നത്, ഇത് കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ പെട്ടെന്ന് മനസ്സ് മാറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒറ്റ സെൻറ്റൻസ് പറയുന്നുള്ളൂ, ബിക്കോസ് ദേ ബോട്ട് ദം. അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കച്ചവടമൊക്കെ.
നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കച്ചവടമാണ്. തൽക്കാലത്തേക്ക് ബൈഡനൊന്നും തടസ്സപ്പെടുത്തി എന്നുള്ളൂ. അന്ന് യുദ്ധമൊക്കെ നടക്കണം. ഇപ്പോൾ യുദ്ധമില്ലല്ലോ, പിന്നെ ഇത് കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? ആർക്കും കുഴപ്പമില്ലല്ലോ. പക്ഷേ ആർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം, മിക്കവാറും ഒന്നും കൂടി ഇത് പൊട്ടിപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി അവിടെ ഇസ്രായേലിന് യുദ്ധം നടത്തേണ്ടി വന്നേക്കാം എന്നൊരു ചിന്ത ട്രംപിനുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് ടൈമിൽ ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ എപ്പോഴും ഇവരോട് പറയുമായിരുന്നു, ഇസ്രായേലിനോട് പറയും, ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ ദി വൈറ്റ് ഹൗസ് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ നിങ്ങളെ സഹായിക്കാൻ വേറെ ആരും ശ്രമിക്കില്ല, ഞാനാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. മാത്രമല്ല അവിടെ ജെറുസലേമിൽ അവർ അമേരിക്ക എംബസി തുടങ്ങി, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്തായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് ടൈം വന്നപ്പോൾ അത്രയ്ക്ക് ഊഷ്മളത കണ്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഇലക്ഷനിൽ ബൈഡൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ബൈഡന് നെതന്യാഹു ഒരു കൺഗ്രാജുലേഷനൊക്കെ അയച്ചായിരുന്നു. അത് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒഫീഷ്യൽ പൊസിഷൻ നോക്കിയിട്ടോ ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുള്ള പെരുമാറ്റമല്ല ഇഷ്ടപ്പെടുന്നത്. പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹുവിനോട് ഒരു ചെറിയ വിരോധമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ഡിസ്ലോയൽറ്റി എന്നുള്ള രീതിയിൽ ഈ കൺഗ്രാജുലേഷൻ കണ്ടിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. ഇപ്പോൾ ട്രംപ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഗാസ വാറ് വീണ്ടും തുടങ്ങിയേക്കോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ ഗാസ വാറിന് വീണ്ടും വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഇസ്രായേലിനെ അണിയിച്ചൊരുക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ആയുധങ്ങളൊക്കെ കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ബെൻഗുർ എന്ന് പറയുന്ന ആളും സ്മോട്രിച്ച് എന്ന് പറയുന്ന ആളൊക്കെ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർ പിന്തുണ പിൻവലിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ, ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേൽ എപ്പോഴും റെഡി ആയിട്ടിരിക്കുന്നു. ഇഫ് യു വാണ്ട് പീസ് ബി റെഡി ഫോർ എ വാർ എന്ന് പറയും. യുദ്ധത്തിന് സന്നദ്ധമാണെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങോട്ട് ആക്രമിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന് കൊടുക്കാവുന്ന ആയുധങ്ങളൊക്കെ എന്തൊക്കെ അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കാനായിട്ടുള്ള തീരുമാനമായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MK-84 എന്ന് പറയുന്ന ഈ ബോംബാണ്. അത് വളരെ വിനാശകരമായ ശക്തിയുള്ളൊരു ബോംബാണ്. അതാണ് ഈ കൊടുക്കുന്നത് ആയിരക്കണക്കിനാണ്. അപ്പോൾ ഇസ്രായേലിന് എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതിനുള്ള ആയുധങ്ങൾ എല്ലാം കൊടുത്ത് അവരിപ്പോൾ സജ്ജീകരിച്ച് നിർത്താനാണ് ട്രംപിൻ്റെ പ്ലാൻ. അതാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. നിലവിൽ ഈ പറയുന്ന ഈ ആളുകളെ വിട്ടുകൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ മുഴുവൻ ഈ ഇസ്രായേൽ തടവുകാരെയും വിട്ടുകൊടുക്കാൻ ഇവർക്ക് കഴിയില്ല ഹമാസിന്. കാരണം കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറേ പേര് എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഈ 1ഉം 2ഉം ഘട്ടം കഴിയുമ്പോൾ 16 ദിവസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഘട്ടത്തെക്കുറിച്ച് ആലോചിച്ചൊരു ചർച്ച ഉണ്ടാവും. ഈ ചർച്ച എന്തായാലും വളരെ പോസിറ്റീവ് ആകുമെന്നുള്ളതിൻ്റെ യാതൊരു സൂചനയും പുറത്തു വരുന്നില്ല. കാരണം ഇപ്പോൾ പുറത്തു വിട്ട 4 വനിതാ സൈനികരെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ ഹമാസ് പുറത്തു വിട്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറക്കിയ ദൃശ്യങ്ങളിൽ ഇവർക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളെ ഹമാസ് നല്ലപോലെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്ന് പറയുന്ന പോലെ ഇനിയും കൂടുതൽ ആളുകളെ ഇസ്രായേലിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇസ്രായേലിലെ ജനത ഒരുപക്ഷെ നെതന്യാഹുവിനെതിരാവും. നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ തന്നെ നിലവിൽ ഈ ഒത്തുതീർപ്പിനെതിരെ രംഗത്ത് വന്ന് പലരും രാജിവെക്കുന്ന ഘട്ടമുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനെ വന്നില്ലെങ്കിൽ ഇതൊരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങും. അന്ന് ഇസ്രായേൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ട്രംപ് ഒരു നിലപാട് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ആയുധം നൽകുന്നത് നാളെ ഈ പറയുന്ന ഹമാസിൻ്റെയും അല്ലെങ്കിൽ ഹമാസിനെ നിയന്ത്രിക്കുന്ന ഇറാൻ്റെയും ഒക്കെ നിലപാടിൽ മാറ്റമുണ്ടായാൽ ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെയല്ലേ ഒരു സൂചനയല്ലേ? ശക്തമായിട്ട് തിരിച്ചടിക്കും. അതിപ്പോൾ ട്രംപ് ആയതുകൊണ്ട് ഇസ്രായേലിൻ്റെ കൂടെ ചേർന്നെന്തും ചെയ്യാൻ അങ്ങനെ മടിക്കില്ല. മാത്രമല്ല ഇസ്രായേലിനൊരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്ന പോലെ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ളൊരു സ്റ്റാൻഡായിരിക്കും. അല്ലാതെ ട്രംപ് അത് ഒന്ന് കൺട്രോൾ ചെയ്യാനൊന്നും കാര്യമായിട്ട് ശ്രമിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇപ്പോൾ പല രാജ്യങ്ങൾക്കും സഹായം കൊടുക്കുന്നതൊക്കെ നിർത്തിയല്ലോ. എന്നാലും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു തർക്കമില്ല, ഇസ്രായേലിനുള്ള സഹായങ്ങൾ കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിൽ ഈ ആയുധങ്ങളായിട്ട് ഇത്രയധികം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ എപ്പോഴും സഫീഷ്യൻ്റ്ലി സ്ട്രോങ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അവരുടെ പോളിസി. അതനുസരിച്ച് പെരുമാറുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ആയുധം കൊടുക്കുന്നു അല്ലെ ഈ പറയുന്നത് നേരത്തെയുള്ള കരാറാണ് അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതാണെന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറയുന്നതിനുള്ളിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതെ, തീർച്ചയായിട്ടും.